ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷെ പാനിപ്പൂരി ഇഷ്ടമുള്ളവർ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ കൂടിയാണ്. പിന്നെ ഞാനിവിടെ ഒരു ബ്രാൻഡിന്റെ പാനിപ്പൂരി കിറ്റ് വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്, പക്ഷെ കിറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എപ്പോൾ ഈ സാധനം ഉണ്ടാക്കിയാലും ഈ കിറ്റിലെ മിൻചട്നി യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഇതിനോടുള്ള ഒരു ഇഷ്ടം കാരണം ഞാൻ ഈ സംഭവം യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. പിന്നെ പാനിപ്പൂരി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ട എന്താണ്, അതിന്റെ ബോൾ. അത് ആ കിറ്റിനകത്ത് തന്നെ കിട്ടും. അത് എണ്ണയ്ക്കകത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സ്മാഷ്ഡ് പൊട്ടറ്റോ ആൻഡ് ഒനിയൻ. ഞാൻ ആ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തപ്പോൾ അതിനകത്തിൽ ഓൾറെഡി ഉപ്പും മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ കിറ്റിൻ്റെ കൂടെ തന്നെ ഒരു പാക്കറ്റ് കിട്ടും, ഇതിൻ്റെ ഒരു മസാലയുടെ മിക്സ്. അത് വേണമെങ്കിൽ അതിനകത്തിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ? അതിനുശേഷം നമ്മൾ മറ്റേ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് ഒനിയനും കൂടെ അതിനകത്തിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പാനിപ്പൂരിയുടെ പാനി ഉണ്ടാക്കണം. മറ്റേ ഗ്രീൻ കളർ പാനി. അതിന് ഞാൻ മിസ്കി എടുത്തുകൊണ്ട് വന്നപ്പോഴേ അതിനകത്തിൽ വെള്ളം എല്ലാം താഴെ പോയി. പിന്നെ അതെല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മുടെ മിസ്കിക്കകത്തിലോട്ട് മല്ലിയില, പുതിനയില, 2 പച്ചമുളക്, ഒരു ഇഞ്ചി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ ലെമൺ. ലെമൺ ഒഴിക്കുമ്പോൾ ഒരു കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണം, കുരു വരരുത്. കുരു വന്നു കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പെരുംജീരക പൊടി, കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ കുറച്ച് പുളിവെള്ളവും കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ നമ്മുടെ മിസ്കിക്കകത്ത് ഇട്ട് നല്ലപോലെ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനുശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനകത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ഇടാം, തണുപ്പ് വേണ്ടവർക്ക്. അല്ലാത്തവർക്ക് നോർമൽ വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് ഉപ്പിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ രണ്ടാമതാണ് ഉപ്പെടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ ഉപ്പിടുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക, കൂടിപ്പോരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ മൊത്തം കുളമായി പോകും. പാനിപ്പൂരിയുടെ മെയിൻ പാനി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടത് മീഠ ചട്നിയാണ്. അതായത് മധുരമുള്ള ഒരു ചട്നി അതിൻ്റെ കൂടെ കിട്ടും. ഇത് നമുക്ക് ആ കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടും. അത് പൊട്ടിച്ച് വേറെ ഒരു പാത്രത്തിലോട്ടാക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് പാനിപ്പൂരിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പ്രകടനം അത് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ എന്തുണ്ടാക്കിയാലും ഞാൻ ആദ്യം കഴിക്കാറില്ല. ആദ്യം അമ്മയ്ക്ക് കൊടുത്ത് പരീക്ഷിക്കും, അതിനുശേഷം ഞാൻ കഴിക്കാറുള്ളൂ. അത് മാത്രമല്ല, അമ്മ പുറത്തുനിന്ന് കടയിൽ നിന്നൊന്നും ഈ പാനിപ്പൂരി ഒന്നും വാങ്ങിച്ച് കഴിക്കാറില്ല, കാരണം അമ്മയ്ക്ക് എന്തോ അത് ഇഷ്ടമല്ല, ഇറങ്ങത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഹരിപ്പാട് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഞാനിത് കഴിച്ചിട്ടേ വരാറുള്ളൂ. പാനിപ്പൂരി അല്ല, സേവ് പൂരിയും ബേൽപൂരി. പിന്നെ കഴിഞ്ഞ അവിടെ ഞങ്ങൾ പോയപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ആ ഭയ്യ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല. പിന്നെ ഞാൻ അപ്പോഴാണ് ഈ പാക്കറ്റ് കണ്ടതും അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നതും. അമ്മയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് പാതി സമാധാനമാണ്, സെറ്റ് ആയല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ കഴിക്കും. പിന്നെ ഇത് കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഫ്രഷ് ആയിട്ട് ക്ലീൻ ആയിട്ട് കഴിക്കുന്ന ഒരു ഫീലാണ്, കാരണം വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് കൊണ്ടാവാം ആ ഒരു ഫീല്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കും.